10 സെൻറ്റിൽ വിക്ടോറിയൻ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സുന്ദരമായൊരു ഭവനത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആലുവയ്ക്ക് അടുത്തുള്ള മുപ്പത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ഫെലിക്സ് നിഷ ദമ്പതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഡിസൈൻ ചെയ്തത്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല മനോഹരമായ ഒരു എലിവേഷൻ വേണമെന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വിക്ടോറിയൻ കൺസെപ്റ്റുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. ആ ഒരു വിക്ടോറിയൻ കോൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിലിങ്ങിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പടിപ്പുരയുടെ ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം നമ്മളൊരു ട്രയാങ്കുലർ കൺസെപ്റ്റാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെയിം ട്രയാങ്കിൾ കൺസെപ്റ്റ് ഇപ്പോൾ ബിൽഡിംഗ് ഫസാഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗേബിളിൻ്റെ ഡീറ്റെയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനലിൻ്റെ ഡീറ്റെയിലിങ്സ് ആയിക്കോട്ടെ, അത് നമ്മളൊരു വൈറ്റ് തീമാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഒരു മനോഹരമായ ബാൽക്കണി, അതിൽ UPVC വിൻഡോസ്, വലിയ ഓപ്പണിംഗ് വിൻഡോസൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ റൂഫ് ടൈലിൻ്റെ കേസ് എടുക്കാൻ ഫ്ലാറ്റ് ടൈപ്പ് റൂഫാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മാക്സിമം ആ ഒരു തീമാറ്റിക് കണ്ടിന്യൂറ്റി, പുറത്തുനിന്ന് ഔട്ട് സൈഡിൽ നിന്ന് തന്നെ ആ ഒരു ട്രയാങ്കിൾ കോൺസെപ്റ്റ് ഇൻസൈഡിലേക്കും വീടിൻ്റെ കംപ്ലീറ്റ് ഫസാഡിലും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഓൾമോസ്റ്റ് 1800, ഫസ്റ്റ് ഫ്ലോറിൽ 1200 ആയിട്ടാണ്. ഈ കയറി വരുന്ന ഡ്രോയിങ് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായ റൂമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് ക്രാംഡ് ആവാതിരിക്കാനും കൂടി ആയിട്ടാണ് നമ്മളൊരു ഇൻറ്റീരിയർ പാർട്ടീഷനാണ് ഡൈനിങ് ആയിട്ട് സജസ്റ്റ് ചെയ്തത്. പിന്നെ കംപ്ലീറ്റ്ലി ഒരു തീം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കളർ തീമാണ്. അപ്പോൾ അത് ടൈൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഫയൊക്കെ ആയിക്കോട്ടെ, ഒരു ലൈറ്റ് കളർ തീമാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഈവൻ മോർ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് റൂംസ് കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ ചെറിയൊരു അൽത്താർ യൂണിറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു ഡ്രോയിങ് റൂമിൽ. പിന്നെ ഡൈനിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 സീറ്റർ ഡൈനിങ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സീലിംഗ് ആണെങ്കിൽ തന്നെ ഒരു WPC ഒരു സീലിംഗ് ഒക്കെ ആയിട്ടാണ്. അതേ ഇത് മാച്ചാണ്, വുഡൻ ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇതെല്ലാം അറേഞ്ച് ചെയ്തു. അതിനോട് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു കോമൺ വാഷും ഉണ്ട്. അതുപോലെ തന്നെ കോമൺ ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്ന ഒരു പാഷ്യോയാണ്. നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഒരു വലിയൊരു പാഷ്യോയിലേക്കുള്ള ഒരു ഓപ്പണിങ്, അത് മെയിൻ ഡോറിൻ്റെ നേരെ തന്നെയായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഈവനിങ്സിലൊക്കെ അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം പറഞ്ഞ പോലെ അങ്ങനെയാണ്. ആക്ച്വലി ഇത് മുന്നേ നമ്മൾ ഇത് പണിയുന്ന സമയത്ത് ഈ പ്ലോട്ട് വേറെ ആൾക്കാരുടെ കയ്യിലായിരുന്നു. പിന്നീട് ഇത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു വാല്യൂ ആഡഡ് സ്റ്റഫായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ ബാക്കി ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഫാമിലി ലിവിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെലിക്സിൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ഫാമിലി ലിവിങ് എന്നുള്ളത്. അപ്പോൾ ഈ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ നമ്മൾ ഒരു പാർട്ടീഷനൊന്നും കൊടുക്കാതെ തന്നെ അത്രയും സ്പേഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീളം ഒരു 9 മീറ്ററും വീതി 5 മീറ്ററുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. 6 സീറ്റിംഗ് കപ്പാസിറ്റി സോഫ ഉണ്ട്, അതുപോലെ TV യൂണിറ്റ്, അതുപോലെ ഓരോ ഡീറ്റെയിലിംഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ താഴേക്കാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് UPS സ്റ്റോറേജ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ഗ്ലാസ് തന്നെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ആ ഒരു സ്പേഷ്യസ് ഫീൽ ഒട്ടും തന്നെ കുറയരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ യൂണിറ്റാണ്, ചെറിയ കമ്പ്യൂട്ടർ യൂണിറ്റ് നമ്മളിവിടെ ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു കോർണറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കുറച്ചും കൂടെ നമുക്കൊരു സ്പേഷ്യൽ ഇപ്പോൾ മുകളിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും കൂടെ നമ്മളൊരു ഡബിൾ ഹൈറ്റാണ് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചും കൂടെ നമുക്ക് ഈവൻ മോർ ബെറ്റർ സ്പേഷ്യസ് ആയിട്ട് ഈ ഫാമിലി ലിവിങ്ങിൽ കിട്ടുന്നതാണ്. ബെഡ്റൂംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബെഡ്റൂം ഫാമിലി ലിവിങ്ങിൽ നിന്നും അടുത്ത ബെഡ്റൂം ഡൈനിങ്ങിൽ നിന്നാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡൈനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് ആണ് കിച്ചൻ്റെ പ്രൊവിഷൻ വന്നേക്കുന്നത്. അപ്പോൾ കിച്ചൻ്റെ റൂമിനെ പറ്റി പറയുന്നത് നമ്മൾ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു ബാർ കൗണ്ടർ പോലത്തെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ചെറിയൊരു ലൈറ്റ് കളർ തീമാണ് ഓവറോൾ കിച്ചന് കൊടുത്തത്. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ തന്നെയാണെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തത്. പിന്നെ വർക്ക് ഏരിയയിലാണ് കൂടുതൽ കുക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് എല്ലാത്തിനുമുള്ള പ്രൊവിഷൻസ്, അക്വാ ഗാർഡ് കൊടുക്കാനുള്ള ഈ വാഷിംഗ് മെഷീൻ്റെ എല്ലാ പ്ലഗ് പോയിൻറ്റ്സും എല്ലാം കൃത്യമായിട്ട് തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇതെല്ലാം ഡിസൈൻ ചെയ്ത്. ലാസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വാസ്തു പില്ലറാണ്. കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു വാസ്തു പില്ലറാണിത്.
സ്റ്റെയർ കേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലുള്ള ഭിത്തിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സ്ലിറ്റ് വിൻഡോസാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു വെൻറ്റിലേഷൻ, ഇത് ഓപ്പണബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെൻറ്റിലേഷനൊക്കെ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നമ്മൾ ഡബിൾ ഹൈറ്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ ഹോട്ട് എയറൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു ഷാൻഡിലിയർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു ഇവിടെ സെൻട്രൽ ആ ഒരു ഏരിയയിൽ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഈ പറഞ്ഞ പോലെ ഈ ഒരു ഷാൻഡിലിയർ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമല്ല ഈവൻ ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് അതിൻ്റെ ലൈറ്റിങ് കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. സ്റ്റെയർ ഏരിയ കയറി വരുന്നത് ഒരു വലിയൊരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സോഫയും ടി വിക്കുള്ള പ്രൊവിഷൻസൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് മെയിനായിട്ടുള്ളൊരു അട്രാക്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ്. ഒരു സെമി എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസാണ് അത്. നമ്മളൊരു UPVC സ്ലൈഡിങ് ഡോസ് വെച്ചിട്ടാണ് നമ്മളത് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ബാൽക്കണിയുടെ എല്ലാ ഇതും കിട്ടും. ഇനി ടൈൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇപ്പോക്സി ചെയ്ത് തന്നെയാണ് അതിൻ്റെ ടൈലിംഗ് ഒക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെള്ളം സ്വീപ്പ് ചെയ്ത് താഴേക്ക് റൂഫിംഗ് ഒക്കെ ഡാമേജ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി കണ്ടുവരും ചെയ്തത്. പിന്നെ അതിനോട് അടുത്ത് തന്നെയായിട്ട് ഉള്ളൊരു ഓഫീസ് സ്പേസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഓഫീസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇതൊരു മൾട്ടിപർപ്പസ് ആയിട്ട് എങ്ങനെയൊക്കെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതി തന്നെയാണ്. അറ്റാച്ച് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ അതൊരു ചെറിയൊരു കിഡ്സ് ബെഡ്റൂമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തോടുകൂടി തന്നെയാണ് ചെയ്തത്. അതുപോലെ ഇത് ഔട്ട്ഡോർ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ് സ്പേസും ഒക്കെ വെച്ചിട്ടാണ് ഒരു വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈവനിങ്സൊക്കെ ഇവർക്ക് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്.